Hi friends, welcome to the new episode. I am TC വിജയൻ മയ്യൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബിനെ പറ്റിയാണ്. യൂട്യൂബ് എന്നുള്ള പേര് വരാനുള്ള കാരണം, യൂട്യൂബ് എങ്ങനെ ഉണ്ടായി, എന്നുണ്ടായി, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആദ്യത്തെ വീഡിയോ എന്താണ് എന്നീ കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് യൂട്യൂബിനെ പറ്റി നോക്കാം. യൂട്യൂബ് ഇന്ന് ലോകത്തിലുള്ള ഓൺലൈൻ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും യൂട്യൂബ് ഓപ്പൺ ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടായിരിക്കുകയില്ല. നമുക്കിഷ്ടമുള്ള വീഡിയോ ഇഷ്ടമുള്ള സമയത്ത് അപ്ലോഡ് ചെയ്യാം, കാണാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും വ്യൂവേഴ്സ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഹിറ്റ് ചെയ്യുന്നത് ഗൂഗിൾ കഴിഞ്ഞാൽ സെക്കൻഡാണ് യൂട്യൂബ്. ഇനി നമുക്ക് യൂട്യൂബിനെ പറ്റി പറയാം. യൂട്യൂബ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ആർക്ക് വേണമെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാം, അതിൽ ഇഷ്ടമുള്ള വീഡിയോ പബ്ലിഷ് ചെയ്യാം. അത് ഫ്രീ ആണ്, ഒരു ചാർജുമില്ല. മറ്റുള്ള വീഡിയോകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. എഡ്യൂക്കേഷൻ വീഡിയോ, സയൻറ്റിഫിക് വീഡിയോ, എന്ത് വീഡിയോ വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ആദ്യം നോക്കാം, യൂട്യൂബ് എന്നുള്ള പേര് എങ്ങനെ വന്നു. യൂട്യൂബ്, യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, വ്യൂവേഴ്സ്. ട്യൂബ് എന്ന് പറഞ്ഞാലോ, ട്യൂബ് എന്ന് പറഞ്ഞാൽ കുടലിനുള്ള അർത്ഥമാണോ? കുടൽ മാത്രമല്ല, അതൊരു അമേരിക്കൻ സ്ലാങ്. അതായത് പണ്ടത്തെ ടെലിവിഷൻ സെറ്റ് കണ്ടില്ലേ, ടി വി സെറ്റ്, അത് ബൾക്കി സെറ്റാണല്ലോ. അതിലുപയോഗിക്കുന്നത് കാത്തോഡ് റേ ട്യൂബ്, പിക്ചർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് പണ്ട് ടി വി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ലിം ടി വി അല്ല, പണ്ടത്തെ പിക്ചർ ട്യൂബ് ടി വി. അതിന് അമേരിക്കയിൽ പറയുന്നത് ട്യൂബ് എന്നാണ്. ടി വി എന്നുള്ള പറയുന്നത് ട്യൂബ്. അപ്പോൾ യൂട്യൂബ് എന്നുള്ളത് അങ്ങനെയാണ് വന്നത്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടി വി. അതായത് ടി വി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റിംഗ് കമ്പനി അവരുദ്ദേശിച്ച പ്രോഗ്രാം മാത്രം നിശ്ചിത സമയത്ത്, അവർ പറയുന്ന സമയത്ത് നമ്മൾ കാണണം. നമുക്കതിൽ ചോയ്സ് ഇല്ല. നമ്മുടെ പ്രോഗ്രാം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സമയത്ത് കാണാൻ പറ്റില്ല. അവർ പറയുന്ന സമയത്തിന് കാണണം. അപ്പോൾ അതിനൊരു മാറ്റം വേണമെന്ന് 3 പേർ ആലോചിച്ചു. പേപ്പാളിൽ വർക്ക് ചെയ്യുന്ന ചാൾസ് ഹർലിയും ജാവേദ് കരീമും കൂടി ഒന്ന് തീരുമാനിച്ചു, നമുക്കൊരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം വേണം. അവിടെ വീഡിയോകൾ സ്വന്തമായി അപ്ലോഡ് ചെയ്യാനും ഇഷ്ടമുള്ള സമയത്ത് കാണാനുമുള്ള ഒരു സൗകര്യം വേണം. അങ്ങനെയാണ് അവർ യൂട്യൂബ് തുടങ്ങാൻ ഉദ്ദേശിച്ചത്. യൂട്യൂബ് അന്ന് അവർ അതിനുള്ള ഐഡിയ ഇട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബിന് വേണ്ടിയിട്ട് അവർ വേറൊരു വെബ്സൈറ്റിലോട്ട് ഇത് അപ്ലോഡ് ചെയ്തു. അവർ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഹെവി ലോഡായി, പ്രോബ്ലം വന്നു. പിന്നീട് അവർ സ്വന്തമായിട്ടുള്ളൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് യൂട്യൂബ് അവർ സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, വ്യൂവേഴ്സും ക്രിയേറ്റേഴ്സും നമ്മൾ തന്നെയാണ്. നമുക്കിഷ്ടമുള്ള വീഡിയോ അല്ല സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, കാണാം. മറ്റുള്ളവരുടെ ക്രിയേഷനും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. നമ്മുടെ സമയത്തിന് കാണാൻ പറ്റും. യൂട്യൂബ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്നറിയാം? അതായത് 2025 ഏപ്രിൽ 23 ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. 2005 ഏപ്രിൽ 23 ആദ്യത്തെ വീഡിയോയാണ് മീ അറ്റ് സോ. അത് 19 സെക്കൻഡുള്ള ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. അത് അപ്ലോഡ് ചെയ്തതാണ് ജാവേദ് കരീം. ഈ യൂട്യൂബ് നിർമ്മാണത്തിൽ ഒരു വ്യക്തിയാണ് ജാവേദ് കരീം.
അദ്ദേഹമാണ് യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. മീ അറ്റ് സോ. അദ്ദേഹം ഒരു സൂയുടെ മുന്നിൽ പോയി, ഒരു ആനയുടെ മുന്നിൽ പോയിട്ട് അതിനെപ്പറ്റി വിവരിക്കുകയാണ്. അതാണ് അതിനകത്തുള്ള സബ്ജക്റ്റ്. അദ്ദേഹം പറയാണ് ആനയുടെ തുമ്പിക്കൈ വളരെ വലുതാണ്, അയാൾ ഇതുമുട്ടി ദ ബിഗ്ഗസ്റ്റ് ട്രങ്ക്, ഇറ്റ് ക്യാൻ അപ്ലിഫ്റ്റ് 3000 kgs എക്സെട്ര എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെപ്പറ്റി വിവരിക്കുകയാണ്. 19 സെക്കൻഡ് ഇതിനെപ്പറ്റി വിവരിച്ചിട്ട് പറഞ്ഞു ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ആന വളരെ പാവമാണ്, സോഫ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് 19 സെക്കൻഡേ ഉള്ളത്. 19 സെക്കൻഡ് അത് അപ്ലോഡ് ചെയ്തു. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായി. അന്ന് തൊട്ടാണ് യൂട്യൂബ് പ്രവർത്തനം തുടങ്ങുന്നത്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജസ്റ്റ് ഡിജിറ്റൽ ലൈബ്രറിയാണ് ഇപ്പോൾ. അന്ന് ഒരു ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ഇന്ന് എവിടെ എത്തി എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് യൂട്യൂബിൽ എല്ലാ സബ്ജക്റ്റുകളും, സയൻറ്റിഫിക്കായിട്ടുള്ളതും മാത്തമാറ്റിക്കലായിട്ടുള്ളതും ജുഡീഷ്യലായിട്ടുള്ളതും, എനി സബ്ജക്റ്റ് വി ക്യാൻ സെർച്ച് ആൻഡ് ഫൈൻഡ് ദ ആൻസർ ആൻഡ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിക്വയർഡ് വീഡിയോ. വി ക്യാൻ സീ ഇറ്റ് വിത്ത് അവർ ഓൺ ടൈം. അന്ന് അവരത് കണ്ടുപിടിച്ചത് കൊണ്ട് എന്തുമാത്രം മെച്ചമുണ്ടായി, എത്ര ക്രിയേറ്റേഴ്സ് ഉണ്ടായി, എത്ര ഐഡിയാസ് പുറത്തു വന്നു. നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ഐഡിയകൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ യൂട്യൂബിൽ. നമുക്കത് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. അന്ന് അവരെടുത്ത തീരുമാനം, ആ 3 ജനങ്ങളെടുത്ത തീരുമാനം, ഇങ്ങനെയൊരു ഐഡിയ, ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം വേണം എന്നുള്ളത്. അതായത് ക്രിയേറ്റേഴ്സും വ്യൂവേഴ്സും യു ആണ്. യൂട്യൂബ്, ഇറ്റ് ഈസ് യുവർ ട്യൂബ്, ഇറ്റ് ഈസ് യുവർ TV എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ ഐഡിയ. അവർ നമ്മൾ എത്ര ആരാധിച്ചാലും അത് മതിയാകില്ല. ഇത്തരത്തിലുള്ളൊരു കണ്ടുപിടുത്തം ഒരു വലിയ മാറ്റം സംഭവിച്ചു. ഡിജിറ്റൽ വീഡിയോ മാത്രമല്ല, കമ്മ്യൂണിക്കേഷനിൽ, TV സിസ്റ്റത്തിൽ വളരെ വളരെ മാറ്റം സംഭവിച്ചൊരു കണ്ടുപിടുത്തമാണ് യൂട്യൂബ്. അതിനെപ്പറ്റി പലരും ആലോചിക്കുന്നില്ല. ഇതെങ്ങനെ കണ്ടുപിടിച്ചു, ഇതെങ്ങനെ അവർക്കുള്ള ഐഡിയ കിട്ടി, അവർക്ക് ഇത്രയും ഐഡിയ കിട്ടാനുള്ള സാഹചര്യം, അവർ ഉദ്ദേശിച്ച ഇത് മാത്രമാണ്. നമ്മൾക്കിഷ്ടമുള്ള ക്രിയേഷൻ. നേരത്തെ TV പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ ഇടപെടാൻ പറ്റില്ലല്ലോ. അവരുണ്ടാക്കുന്ന ക്രിയേഷൻസ്, അവരുണ്ടാക്കുന്ന വീഡിയോ, അവരുടെ ഐഡിയ അവരുടെ സമയത്ത് കാണണം. അതാണ് TV പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അതിലൊരു ചേഞ്ച്, അതിലൊരു വിപ്ലവം, ഒരു വലിയ വിപ്ലവമാണ് യൂട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ ഏത് സബ്ജക്റ്റിനെ പറ്റിയും ആദ്യമൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ സമയത്തിന് അവർക്കിഷ്ടമുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതെല്ലാം ഫ്രീ ആണ്. അതാണ് നമുക്ക് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് വ്യൂ ചെയ്യാം. TV കാണുന്നത് അതിനുള്ള ചാർജ് കൊടുക്കാൻ കാര്യമില്ല. പിന്നെ പ്രീമിയം ചാനലുണ്ട് വിത്തൗട്ട് അഡ്വർടൈസ്മെൻറ്റ്. ഇത് അഡ്വർടൈസ്മെൻ്റ് ഇല്ലാതെ അവർക്ക് കമ്പനി റൺ ചെയ്യാൻ പറ്റില്ലല്ലോ. ഫ്രീ വരുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് വേണം. അതുകൊണ്ടാണ് അഡ്വർടൈസ്മെൻറ്റ് വരും. എന്നാലും സംഭവങ്ങളെല്ലാം ഫ്രീ ആണല്ലോ. അതാണ് യൂട്യൂബ്, യുവർ ടെലിവിഷൻ, യുവർ ട്യൂബ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.